അഭിവന്ദ്യരായ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, മറ്റ് സന്നിഹിതരായിരിക്കുന്ന തിരുമേനിമാർ, ഈ പ്രസംഗ പീഠത്തിൻ്റെ പിന്നിൽ ഉപവിഷ്ടരായിരിക്കുന്ന പൊതുജന നേതാക്കളെ, മന്ത്രിമാരും MLA-മാരും പ്രതിപക്ഷ നേതാവുമുണ്ട്. സ്പീക്കറോട് ഉണ്ടായിരുന്ന ഒരു മിനി അസംബ്ലി നമുക്കിവിടെ കൂടാമായിരുന്നു. സന്നിഹിതരായിരിക്കുന്ന വിശ്വാസ ജനമേ, എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും അതാകുന്നു എൻ്റെ സുവിശേഷം. വിഖ്യാതമായ മാരാമൺ ബൈബിൾ കൺവെൻഷൻ്റെ 115ാമത് സമ്മേളനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ആഗോള വ്യാപകമായി ചിതറി പാർത്ത് പ്രവർത്തിക്കുന്ന മാർത്തോമാ സഭ അംഗങ്ങളും ഇതര ജനങ്ങളും ഈ കൺവെൻഷനെ ഉറ്റുനോക്കുകയും പലതും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു വെറും മത സമ്മേളനമല്ല. വ്യക്തിയെയും കുടുംബത്തെയും സഭയെയും സമൂഹത്തെയും സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന, എല്ലാറ്റിനും പുതുജീവൻ നൽകുന്നതിനുള്ള ആഹ്വാനവും പ്രചോദനവുമാണ് മണൽപ്പുറത്തു നിന്നുണ്ടാകുന്നത്. പൂർവികർ പ്രാർത്ഥനാപൂർവം ഈ കൺവെൻഷൻ ആരംഭിച്ചപ്പോൾ അവർക്ക് വ്യക്തമായ ദർശനമുണ്ടായിരുന്നു. ഓരോ വ്യക്തിയും തിരുവചനം നന്നായി പഠിക്കണം, വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ കൈക്കൊള്ളണം, ക്രിസ്തുയേശുവിൻ്റെ ഭാവമുള്ളവരായി എല്ലാവരും എല്ലാ തലങ്ങളിലും ജീവിക്കണം. കൺവെൻഷൻ്റെ കേന്ദ്രം തിരുവചനവും വചനം ജഡമായി തീർന്ന ക്രിസ്തുവും മാത്രമായിരുന്നു. ഇന്നും അതുതന്നെയായിരിക്കണം അടിത്തറ. നാം ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തു നമ്മിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാകുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നത്രേ. ജീവിതത്തിൻ്റെ രൂപാന്തരത്തിലൂടെ വ്യക്തികളും കുടുംബങ്ങളും സഭയും സമൂഹവും വ്യത്യസ്തവും പുതുതുമായി തീരണമെന്നാണ് കൺവെൻഷൻ്റെ ഉദ്ദേശ്യം. ഈ വർഷത്തെ ചിന്താ വിഷയം ലീവ് ദ ഗോസ്പൽ, അഥവാ സുവിശേഷം ജീവിക്കുക എന്നതാണ്. സുവിശേഷം പ്രസംഗിക്കുക, പ്രഘോഷിക്കുക എന്നെല്ലാം നാം കേട്ടിട്ടുണ്ട്. എന്നാൽ സുവിശേഷം ജീവിക്കുക എന്നതിനർത്ഥം എന്താണ്? സുവിശേഷത്തിൻ്റെ പ്രഘോഷകരെന്നതിലുപരി പ്രയോക്താക്കളായി നാം മാറണം. ഇതത്രേ കർത്താവ് പഠിപ്പിച്ചത്. നോട്ട് ഹിയറേഴ്സ് ഓൺലി ബട്ട് ഡൂവേഴ്സ്. വചനം കേൾക്കുന്നവർ മാത്രമല്ല, വചനം പ്രാവർത്തികമാക്കുന്നവരായി തീരണം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ അങ്ങനെ നാം വായിക്കുന്നു. വചനമായ ദൈവം ക്രിസ്തുവിൽ ശരീരം ധരിച്ചപ്പോൾ ഈ പ്രക്രിയയ്ക്ക് പ്രകാശനം ലഭിച്ചു. ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ ഉണ്ടാകും. ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവർക്ക് ക്രിസ്തുവിനെ പോലെ കാണുവാനും കേൾക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും കഴിയും.